വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ ഒരു ദിവസത്തിനായിട്ട് നമ്മൾ കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പായിട്ടൊരു ദിവസമാണ്. നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് വൈകി ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയാം. അപ്പം നമ്മൾ രാവിലെ റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലോട്ടാണ് പോകുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉടനെ പറയാം. പോവാം. നമുക്കുള്ള ഹലോ, അപ്പോൾ വലിയ സർപ്രൈസ് ഞാൻ പൊടിക്കാൻ പോവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിലാണ്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പം ആ വീട് ഞാൻ ഇന്നാണ് കാണുന്നത്, പണി തുടങ്ങിയതിന് ശേഷം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വാർപ്പാണ്. അപ്പം ഒരു വീട് കെട്ടുക അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഒരു ബിൽഡിങ് ആ ഒരു ടൈമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് അതിൻ്റെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം മിക്കയിടത്തും കോൺക്രീറ്റ് ആവുന്ന ആ ഒരു ഡേയിൽ അത്യാവശ്യം റിലേറ്റീവ്സിനെയും അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പണി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഫുഡൊക്കെ കൊടുത്ത് വലിയൊരു ആഘോഷമാക്കി മാറ്റാറുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫുൾ കോൺട്രാക്റ്റും നമ്മുടെ ഷാജഹാൻ അങ്കിളിൻ്റെ കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ ഒരു പ്രത്യേക ഒരു സെലിബ്രേഷൻ പോലെ ഒന്നും ഉണ്ടാവില്ല. ഫുഡും കാര്യങ്ങളൊക്കെ അങ്കിൾ തന്നെയാണ് എല്ലാവർക്കും ഓർഡർ ചെയ്തിരിക്കുന്നത്. അതും പണിക്കാരും ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അമ്മുമ്മയും കുഞ്ഞമ്മയും മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട് ഇന്നാണ് കാണുന്നത്. അമ്മ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ വന്ന് പറയുമായിരുന്നു കേട്ടോ. എടി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അധികം സ്പേസ് ഒന്നുമില്ല, കാരണം നമ്മൾ വളരെ സ്പേഷ്യസ് കുറഞ്ഞ ഒരു ഇടമാണ്. അപ്പം കോൺക്രീറ്റ് ഫസ്റ്റ് കഴിഞ്ഞു, അത് ആദ്യം പറയട്ടെ കേട്ടോ. കോൺക്രീറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അമ്മയാണ് വിട്ടത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്നത് പോലും ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. ഇത്രയും എത്തുമെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വീട് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അമ്മ കൊണ്ടുവന്ന വീഡിയോയും ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ലിമിറ്റഡ് സ്പേസ് ആണ്, വളരെ ചെറിയൊരു ബഡ്ജറ്റിലാണ് നമ്മൾ വീട് വെക്കുന്നതും ചെറിയ വീടുമാണ്. എന്നാൽ പോലും വീട് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അടുത്തത് ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ വീടിൻ്റെ ഓരോരോ പണികളൊക്കെ കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് വീട് പാലുകാച്ചിൻ്റെ അന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത്. ഇനി മുതൽ വീടിൻ്റെ ഓരോരോ കാര്യങ്ങൾക്ക് എനിക്ക് ഓട്ടമായിരിക്കും. ഇതൊക്കെ വാങ്ങിക്കാനും വീടിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവമേ ഇവിടം വരെ എങ്ങനെ എത്തി എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അനുഗ്രഹവും ബാക്കി പ്രാർത്ഥനയൊക്കെ കൊണ്ട് നമ്മുടെ വീട് കംപ്ലീറ്റ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ അനുഗ്രഹവും ഉണ്ടാകണം. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോകും, കാരണം നമുക്ക് ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വാർപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഭയങ്കര സന്തോഷം. നമ്മൾ ഇവിടം വരെ എത്തിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബോറിംഗ് ആയിട്ട് ആർക്കും തോന്നരുത്. ഇപ്പോൾ ഇരിക്കുന്നത് കുഞ്ഞമ്മയുടെ വീട്ടിലാണ്. സാധാരണ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഭയങ്കര ഗ്രാൻഡായിട്ടാണ് പലയിടത്തും നടത്തുന്നത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പണിക്കാരും ഞാനും അമ്മുമ്മയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ പറയുന്ന പോലെ ഈ പാലുകാഴ്ച ഉണ്ടല്ലോ, പിന്നെ ഈ പറയുന്നത് പോലെ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എല്ലാത്തിനും നമുക്ക് ഇപ്പം എല്ലാ ആൾക്കാരെയും വിളിച്ച് ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ വാർപ്പ് ഇങ്ങനെ പോട്ടെ. പിന്നെ ഇവിടെ ഭയങ്കര മഴ ആണ്, റെഡ് അലേർട്ടാണ് പത്തനംതിട്ട ജില്ലയ്ക്കും. പക്ഷേ എന്തൊരു ഭാഗ്യത്തിന് അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ് കാലാവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അങ്ങ് തിരിക്കും. ഇനിയിപ്പം പെട്ടെന്ന് എല്ലാം നടക്കട്ടെ. അപ്പം ഈ ഒരു സന്തോഷം ഫസ്റ്റ് അറിയിക്കേണ്ടത്, ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം അത് നിങ്ങൾ തന്നെയാണ്, യൂട്യൂബ് ഫാമിലിയാണ്. അപ്പം നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ അത് വലിയൊരു ഉത്തരവാദിത്വമാണ് കേട്ടോ. അതാണ് നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.